കുറച്ച് മല്ലി, ജീരകം, കുറച്ച് കുരുമുളക്, ഒരു പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് ഉലുവ എല്ലാം കൂടി വറുത്തെടുക്കുക. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി, കുറച്ച് ശർക്കര, കുറച്ച് കുതിർത്ത പുളി, കുതിർത്ത് വെച്ച മുളക് പൊടിയാണ്. ഇത് എരിയില്ലാത്ത മുളക് പൊടിയാണ്, പിരിയ മുളകിൻ്റെ പൊടി കുതിർത്ത് വെച്ചതാണ്. അതും കൂടി ചേർത്ത് മഷി പോലെ അരച്ചെടുക്കാം. കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞു, കുറച്ച് കറിവേപ്പിലയും ഇട്ടു. ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പ് ഇട്ട് കൊടുക്കും. ഇത് മൂത്ത് വരുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഈ എണ്ണ തിളയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു. ചേർത്തത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ, അതല്ല സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മുട്ട ചേർക്കാം. മുട്ട ഇങ്ങനെ തന്നെ ഇരിക്കണം, എന്നാലാണ് അതൊരു ഭംഗി. തീരെ ഇട്ട് ഇളക്കി ഇത് പൊടിഞ്ഞു പോകും.